താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ വിപിനാണ് വെട്ടേറ്റത്. ഡോക്ടറെ വെട്ടിയത് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരണപ്പെട്ട ഒരു കുട്ടിയുടെ പിതാവാണ്. ആ പിതാവ് വന്നിട്ട് സൂപ്രണ്ടിനെ അന്വേഷിച്ച് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയും സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ഇയാൾ എത്തുകയും അവിടെ സൂപ്രണ്ട് ഇല്ല എന്ന് കണ്ടതിന് ശേഷം പിന്നീട് തിരിച്ച് ഇറങ്ങുന്ന വഴിക്കാണ് ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന ഡോക്ടറുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് വിപിന്റെ തലയ്ക്ക് ഇയാൾ വെട്ടുന്നത്. നമ്മൾ അവിടെ ആലോചിക്കേണ്ട കാര്യം, അയാൾ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇത് ചെയ്യുന്നത്. ചികിത്സാപിഴവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ചികിത്സാപിഴവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഈ പറയുന്ന ചികിത്സാപിഴവ് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ഒരു തുടർക്കഥയാവുന്നു. അല്ല, അതൊന്ന്. രണ്ടാമത്തെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, എങ്ങനെയാണ് സർക്കാർ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ ആ രോഗിയുടെ ബന്ധു വന്ന് തിരിച്ച് തലയ്ക്ക് വെട്ടിയിട്ട് അയാളെയും കൊല്ലുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ നീതി, അല്ലെങ്കിൽ നമ്മുടെ നിയമം എന്ന് പറയുന്നത്. അതല്ല, നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല.